ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 40ാമത്തെ ശ്ലോകം നോക്കാം. ശ്രീകൃഷ്ണ വൃഷ്ണികുല പുഷ്കര ജോഷദായിൻ ക്ഷ്മാ നിർജരദ്വിജ പശൂദധിവൃദ്ധികാരിൻ ഉദ്ധർമ്മശാർവരഹരക്ഷിതിരാക്ഷസധൃഗാകൽപമാർഗം അർഹൻ ഭഗവൻ നമസ്തേ. ക്ഷിതിരാക്ഷസധൃഗാകൽപമാർഗമർഹൻ ഭഗവൻ നമസ്തേ. മുപ്പത്തിയേഴ് ശ്ലോകങ്ങൾ കൊണ്ട് ബ്രഹ്മാവ് ഭഗവാനെ വേണ്ടുവോളം സ്തുതിച്ചു. ബ്രഹ്മാവ് അറിയുന്ന മഹത്വങ്ങളോടു കൂടിയ ഭഗവാനെ അത് ഓരോന്നും എണ്ണി പറഞ്ഞ് ആവോളം സ്തുതിച്ചു. മതിയായില്ല. 38ാമത്തെ ശ്ലോകത്തിൽ അടിയറവ് പറഞ്ഞു, ഇല്ല ഭഗവാനെ, എനിക്കാവില്ല അവിടുത്തെ മഹത്വത്തെ വർണ്ണിക്കുവാൻ. അത് പൂർണ്ണമാകുന്നില്ല, ഞാൻ എത്ര പറഞ്ഞിട്ടും. എന്നാൽ കഴിയില്ല ഭഗവാനെ, അത്രമാത്രം അനന്തമാണ് അവിടുത്തെ മഹത്വം എന്ന് പറഞ്ഞു. 39ാമത്തെ ശ്ലോകത്തിൽ ഒരു സമർപ്പണത്തോടു കൂടി താൻ സൃഷ്ടിച്ച, ഭഗവാന്റെ പ്രേരണ കൊണ്ടാണെങ്കിലും താൻ സൃഷ്ടിച്ച പ്രപഞ്ചത്തെ ഉൾപ്പെടെ സർവ്വതിനെയും സമർപ്പിച്ചു. കാരണം അവിടുന്ന് മാത്രമാണ് നാഥനായിട്ടുള്ളത്, ഞാൻ ഉൾപ്പെടെയുള്ള ഈ ലോകത്തിന് എന്ന് പറഞ്ഞ് ബ്രഹ്മാവ് ഒരു സമർപ്പണമാണ് അവിടെ നമ്മൾ കാണുന്നത്. ഇനിയും 40ാമത്തെ ശ്ലോകത്തിലേക്ക് വരുമ്പോൾ ഒരു നമസ്കാരത്തോടു കൂടിയാണ് ബ്രഹ്മാവ് തൻ്റെ സ്തുതി അവസാനിപ്പിക്കുന്നത്. ആദ്യം പറഞ്ഞു ശ്രീകൃഷ്ണ. ഇത്ര നേരവുമുള്ള സ്തുതികളിൽ അനന്തരൂപമായിട്ടുള്ള, വേദഗർഭനായിട്ടുള്ള, ചിത് സ്വരൂപനായിട്ടുള്ള ആ ശുദ്ധജ്ഞാന സത്വസ്വരൂപത്തെയാണ് ബ്രഹ്മാവ് സ്തുതിച്ചതെങ്കിൽ, ഇവിടെ വരുമ്പോൾ തൻ്റെ കൺമുമ്പിൽ ഇപ്പോൾ ഏതൊരു രൂപത്തിലാണോ ഭഗവാൻ നിൽക്കുന്നത്, ആ കൃഷ്ണരൂപത്തെ തന്നെയാണ് വിളിച്ചത് ശ്രീകൃഷ്ണ. ആരാണ് ശ്രീകൃഷ്ണൻ? 39ാമത്തെ ദശകത്തിൽ ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് പറഞ്ഞു, ആനന്ദരൂപ ഭഗവൻ. ആരാണ് ഭഗവാൻ? ശ്രീകൃഷ്ണനായിട്ട് അവതരിച്ചിരിക്കുന്ന ഭഗവാൻ ആരാണ്? ആനന്ദ സ്വരൂപനാണ്. അങ്ങനെയുള്ള പൂർണ്ണാനന്ദ സ്വരൂപനായിട്ടുള്ള അല്ലയോ ശ്രീകൃഷ്ണ ഭഗവാനെ. വൃഷ്ണികുല പുഷ്കര ജോഷദായിൻ. ഈ വൃഷ്ണിവംശമാകുന്ന, വൃഷ്ണികുലമാകുന്ന, വൃഷ്ണിവംശമാകുന്ന പുഷ്കര എന്ന് പറഞ്ഞാൽ പുഷ്കരം താമര. ആ താമരയെ ജോഷദായിൻ വികസിപ്പിക്കുന്നവനെ, ആ വൃഷ്ണിവംശമാകുന്ന താമരയെ പൂർണ്ണമായും വിടർത്തുന്നവനെ. താമര എന്ന് പറയുന്നത് പരിശുദ്ധിയുടെ പ്രതീകമാണ്, നന്മയുടെ പ്രതീകമാണ്. അത് നിൽക്കുന്നത് ചെളിയിലാണെങ്കിലും, നോക്കൂ, അവിടെ കംസൻ അടങ്ങുന്ന അസുരവംശത്തിൻ്റെ അധർമ്മങ്ങൾ ഏറെ പെരുകി നിന്നിരുന്ന ആ കാലത്ത്, അതങ്ങനെ അതിൻ്റെ ഉച്ചസ്ഥായിയിൽ നിന്നിരുന്ന കാലത്തും നന്മയുടെ, ധർമ്മത്തിൻ്റെ, നിഷ്കളങ്കതയുടെ ഭാവം കൈവിടാതെ ജീവിതത്തെ നയിച്ച ഒരു പറ്റം ആളുകളായിരുന്നു അന്ന് ഗോകുലത്തിലുണ്ടായിരുന്നത്. ഇവിടെ അവരെ വിശേഷിപ്പിച്ചത് താമര എന്നാണ്. അതായത് അവരിൽ ആ ഒരു നിർമ്മല ഭാവം അപ്പോഴും നിലനിന്നിരുന്നു. അപ്പോൾ തങ്ങൾ വസിക്കുന്ന ആ ഇടം കംസന്റെ അധീനതയിലുള്ളതാണ്, ചെളിയിലാണ് നിൽക്കുന്നത്. എന്നിരുന്നാലും തങ്ങൾ സ്വയം ചെളി പുരളാതെ പങ്കത്തിൽ നിൽക്കുമ്പോഴും
പങ്കജത്തിൽ പങ്കമില്ലാതെ നിൽക്കുന്നത് പോലെ സ്വയം താമരയായി മറ്റുള്ളവർക്ക് നന്മകളെ ഏകിക്കൊണ്ട് കഴിഞ്ഞിരുന്നു ആ ഗോകുലവാസികൾ. അങ്ങനെയുള്ള ആ വൃഷ്ണികുലത്തിലെ വൃഷ്ണിവംശമാകുന്ന ആ താമരയെ വികസിപ്പിക്കുന്നവനായ പൂർണ്ണാനന്ദ സ്വരൂപനായിട്ടുള്ള അല്ലയോ ശ്രീകൃഷ്ണ ഭഗവാനെ. ക്ഷ്മാ നിർജരദ്വിജ പശൂതധിവൃദ്ധികാരിൻ. കുറച്ചധികം വാക്കുകൾ അവിടെ വരുന്നുണ്ട്. ക്ഷ്മാ എന്ന് പറഞ്ഞാൽ ഭൂമി, നിർജര ജരയില്ലാത്തവരായിട്ടുള്ളവർ ദേവന്മാര്, ദ്വിജന്മാരെന്നാൽ ബ്രാഹ്മണര്, പശുക്കള് എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയും ദേവന്മാരും ബ്രാഹ്മണരും അല്ലാത്തതായിട്ടുള്ള സർവചരാചരങ്ങളെയും അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. പശുക്കള്, അധിവൃദ്ധികാരിൻ, ഇവരൊക്കെ ആകുന്ന ഈ ഒരു സമുദ്രത്തെ, മഹാസമുദ്രത്തെ അഭിവൃദ്ധിപ്പെടുത്തുന്നവനായിട്ടുള്ള അല്ലയോ ശ്രീകൃഷ്ണ ഭഗവാനെ. ഉദ്ധർമ്മ ശാർവരഹര. ഉദ്ധർമ്മ എന്ന് പറഞ്ഞാൽ അധർമ്മം, പാഖണ്ഡം, അരുതാത്തതൊക്കെ ചെയ്യുന്ന അങ്ങനെയുള്ള ഇരുട്ടിനെ ശാർവരഹര, ഹരിക്കുന്നവനെ, സംഹരിക്കുന്നവനായിട്ടുള്ളവനെ, അധർമ്മങ്ങളെയൊക്കെ ഇല്ലാതെയാക്കുന്നതിന്, ഹരിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഭഗവാന്റെ ശ്രീകൃഷ്ണാവതാരം തന്നെ. അപ്പോൾ ഇവിടെ പറയാം അധർമ്മങ്ങളെയൊക്കെ ഇല്ലാതെ, അതൊരു അന്ധകാരമാണ് എന്ന് പറഞ്ഞു. കാരണം അധർമ്മികൾക്ക് കണ്ണ് കാണില്ല. അത് ഭൗതികമായ തലത്തിലല്ല, അവരുടെ ചക്ഷുഷ് അഥവാ അവരുടെ കണ്ണിൽ അവർ ചെയ്യുന്ന ദ്രോഹങ്ങളൊക്കെയും മറ്റുള്ളവരൊക്കെ സഹിച്ചുകൊള്ളണം. അവരെ ആരും കുറ്റപ്പെടുത്തുവാൻ പാടില്ല. അവർ ചെയ്യുന്ന തെറ്റാണെന്നാരും പറയുവാൻ പാടില്ല. അങ്ങനെ പറയുന്നവരെ ഏതു വിധത്തിലും ദ്രോഹിക്കുവാൻ മടിയില്ലാത്തവരാണ്. അവർക്ക് അവരുടെ ശരികളിൽ മാത്രം ജീവിക്കുന്നവരാണ്. ആരെ ദ്രോഹിക്കുവാനും എന്തു ക്രൂരമായ പ്രവർത്തിക്കും മടിക്കാത്തവരാണ്. അവരുടെ സുഖം, അവരുടെ ലോകം, അവരുടെ ധർമ്മം അഥവാ പൊതുജനങ്ങൾക്ക് അധർമ്മമായിട്ടുള്ളവയിൽ അവർ ഒട്ടി നിൽക്കുന്നവരാണ്. അങ്ങനെയുള്ള അധർമ്മമാകുന്ന ഇരുട്ടിനെ ഇല്ലാതെയാക്കുവാനായി അവതാരം കൊണ്ടവനെ. ക്ഷിതി രാക്ഷസധൃഗാകൽപമാർക്കമർഹൻ. ക്ഷിതി ഈ ഭൂമിയിലുള്ള, അവിടെയും കുറച്ചധികം വാക്കുകളുണ്ട്. നമ്മൾ ഓരോരോ ചെറിയ പദങ്ങളായിട്ട് അതിൻ്റെ അർത്ഥം പറഞ്ഞു പോകാമെന്ന് കരുതുന്നു. രാക്ഷസധൃഗ് എന്ന് പറഞ്ഞാൽ ഈ രാക്ഷസന്മാരെയൊക്കെ നിഗ്രഹിക്കുന്നവനെ, നശിപ്പിക്കുന്നവനെ. ഇവിടെ ക്ഷിതി, രാക്ഷസധൃഗ്, ആർക്കം, അർഹൻ, 4 വാക്കുകളാണ് വരുന്നത്. ആർക്കം എന്ന് പറഞ്ഞാൽ അർക്കൻ വരെയുള്ള, സൂര്യൻ വരെയുള്ള എല്ലാവർക്കും. അർഹൻ എന്ന് പറഞ്ഞാൽ പൂജ്യനായുള്ളവനെ, സംപൂജ്യനായവനെ, ഭഗവൻ. അങ്ങനെയുള്ള ഭഗവാനെ നമസ്തേ, അങ്ങേക്ക് ഈ ഉള്ളവൻ്റെ നമസ്കാരം. അപ്പോൾ പോകുവാൻ തയ്യാറെടുക്കുകയാണ്. ഇനിയും ഭഗവാന്റെ ആജ്ഞ കിട്ടുകയേ വേണ്ടൂ. ബ്രഹ്മാവ് ആ രംഗം വിടുവാനായി, സത്യലോകത്തിലേക്ക് മടങ്ങിപ്പോകുവാനായിട്ട് അവസാനത്തെ നമസ്കാരം ഭഗവാന്റെ മുൻപിൽ തൻ്റെ അവിവേകമെല്ലാം ഏറ്റുപറഞ്ഞു, സർവവും സമർപ്പിച്ചു. ഇനി ഒരു നമസ്കാരം. അല്ലയോ നിത്യാനന്ദ സ്വരൂപനായിട്ടുള്ളവനെ,
ഈ വൃഷ്ണികുലത്തെ, യാദവന്മാരാകുന്ന ഈയൊരു താമരയെ വികസിപ്പിക്കുന്ന അവിടുന്ന് എന്ന് പറഞ്ഞാൽ അവിടുന്ന് സൂര്യനാണ്, വെളിച്ചം വീശുന്നവനാണ്. അങ്ങയിലാണ് ദ്വാദശാദിത്യന്മാരൊക്കെയും അങ്ങ് തന്നെയാണ്. അങ്ങനെയുള്ള സൂര്യമൂർത്തി, അതുപോലെ ഭൂമി, ദേവന്മാര്, ബ്രാഹ്മണര്, കഴിഞ്ഞില്ല പശുക്കള്, ഇവരാകുന്ന ഈ ഒരു സമുദ്രത്തെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഭൂമി, ദേവന്മാര്, ബ്രാഹ്മണര്, പശുക്കൾ എന്ന് പറഞ്ഞാൽ മറ്റുള്ള സർവ്വചരാചരങ്ങളെയും ചേർത്തെടുത്താൽ ഈ സമുദ്രം എന്ന് പറയുന്നത് സംസാരസാഗരമാണ്. ഇവയെയൊക്കെ പുഷ്ടിപ്പെടുത്തുന്നവനെ എന്ന് പറഞ്ഞാൽ ചന്ദ്രസ്വരൂപമായിട്ടുള്ളവനെ. അപ്പോൾ സൂര്യനും ചന്ദ്രനും എല്ലാം അവിടുന്ന് തന്നെയാണ്. പിന്നെയോ ധർമ്മം തെറ്റി നടക്കുന്നവരുടെ ഈ അധർമ്മമാകുന്ന അന്ധകാരത്തെ തീർക്കുന്നവനെ. അന്ധകാരത്തെ നീക്കാൻ സൂര്യനും ചന്ദ്രനും, സൂര്യചന്ദ്രന്മാരില്ലാത്ത ഇടങ്ങളൊക്കെയും അന്ധകാരത്തിൽ മുങ്ങും. രാത്രിയിൽ ചന്ദ്രന്റെ നിലാവെട്ടവും പകൽ സൂര്യന്റെ തിളക്കമാർന്ന വെട്ടവും അന്ധകാരത്തെ ഇല്ലാതെയാക്കുന്നു. അപ്പോൾ ഈ അധർമ്മം എന്ന് പറയുന്ന അന്ധകാരത്തെ ഇല്ലാതെയാക്കുന്ന സൂര്യനും ചന്ദ്രനും ഒക്കെ അവിടുന്ന് തന്നെയാണ്. ഈ ഭൂമിയിൽ ജനിച്ചിരിക്കുന്ന കംസൻ തുടങ്ങിയ രാക്ഷസന്മാരെയൊക്കെ നശിപ്പിക്കുന്ന അല്ലയോ ഭഗവാനെ. ഇനി മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ സൂര്യന്റെയും ചന്ദ്രന്റെയും ഒക്കെ ധാമങ്ങളെ പ്രകാശിപ്പിക്കുന്നത് അവിടുന്നാണ്. അവയൊക്കെ അവയുടെ ധർമ്മം നടത്തുന്നത്, നിലനിർത്തുന്നതും അങ്ങ് മൂലമാണ്. അങ്ങേ ഭയന്നിട്ടാണ് ഈ സർവ ചരാചരങ്ങളും എല്ലാ ഗ്രഹങ്ങളും അവയുടെ ധർമ്മം നിറവേറ്റുന്നത്. സർവ്വതിനും തേജസ്സിനെ നൽകുന്നതും അവിടുന്ന് തന്നെയാണ്. അങ്ങനെ സർവ്വതിനാലും സംപൂജ്യനായിട്ടുള്ളവനെ, അങ്ങനെയുള്ള ഭഗവാനെ ഇവിടെ ഒന്നുകൂടി പറഞ്ഞു, ആകൽപ്പം. ഈ കൽപ്പാന്തകാലത്തോളം, അതായത് ഇന്നോ നാളെയോ 100 വർഷമോ അല്ല, ഇനി ഒരു 10,000 വർഷമോ അല്ല, ഈ കൽപ്പാന്ത കാലം വരെയും, ഈ കൽപ്പം അവസാനിക്കും വരെയും ഭഗവാനെ അങ്ങ് സർവരാലും പൂജാർഹനാണ്. കൽപ്പത്തിന്റെ അവസാനം ഈ സർവവും അവിടെ നിന്ന് ലയിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ നിന്ന് എപ്പോൾ പുറത്തു വരുന്നോ ഈ സർവചരാചരങ്ങളും സർവസൃഷ്ടികളാലും അങ്ങ് പൂജാർഹനായിത്തീരുന്നു. കൽപ്പാന്തകാലത്തിൽ അങ്ങയോട് ലയിച്ചും ചേരുന്നു. അപ്പോൾ എല്ലാ കാലത്തും പൂജാർഹനായിട്ടുള്ളവനെ, അങ്ങേക്ക് ഈ ഉള്ളവൻ്റെയും നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ടാണ് ബ്രഹ്മാവ് തൻ്റെ സ്തുതി അവിടെ പറഞ്ഞു നിർത്തുന്നത്. അതിമനോഹരമായ ഒരു സ്തുതിയായിരുന്നു ബ്രഹ്മാവിൻ്റേത് എന്ന് തന്നെയുമല്ല, ഏറ്റവും ഒടുവിൽ ഒരു ശ്ലോകത്തിൽ പറഞ്ഞ നമസ്കാര ശ്ലോകത്തിൽ എല്ലാം ഉൾക്കൊള്ളിച്ചു ബ്രഹ്മാവ്. ഇതുവരെ പറഞ്ഞതിൻ്റെ മുഴുവൻ സംക്ഷിപ്തമായിരുന്നു 40ാമത്തെ ഒരൊറ്റ ശ്ലോകം. ഭഗവാനല്ലാതെ ഒന്നും എല്ലാ കാലത്തും ഇവിടെ ഇല്ല. എല്ലാ കാലത്തും മാറിയും മറഞ്ഞും വരുന്ന സർവ്വ പ്രാണികളും പല രൂപങ്ങളിലാണ് വരുന്നത്. ബ്രാഹ്മണരായി, പശുക്കളായി, ദേവന്മാരായി, ഭൂമിയായി, അധർമ്മം ചെയ്യുന്നവരായി, പല രൂപഭാവങ്ങൾ അവരവരുടെ കർമ്മവാസനകൾക്കനുസരിച്ച്, പ്രാരബ്ധങ്ങൾക്കനുസരിച്ച് എടുക്കുന്നുണ്ടാവാം.
പക്ഷെ എന്നും എല്ലാ കാലത്തും മാറാതെ പൂജാർഹനായി നിൽക്കുന്ന അല്ലയോ ഭഗവാനെ, സർവവ്യാപിയായിട്ടുള്ള ഭഗവാനെ, ആദ്യന്തരഹിതനായിട്ടുള്ള ഭഗവാനെ, സർവ്വതിനെയും പുഷ്ടിപ്പെടുത്തുന്നതിന് വേണ്ടി നിലകൊള്ളുന്ന, അധർമ്മത്തെ ഇല്ലാതെയാക്കുന്നതിന് വേണ്ടി നിലകൊള്ളുന്ന, നോക്കൂ, ഒരേ സമയം സംരക്ഷകനും സംഹാരകനുമാണ് ഭഗവാൻ. അധർമ്മത്തെ ഇല്ലാതെയാക്കുന്നു, ബാക്കിയുള്ളവയൊക്കെ പുഷ്ടിപ്പെടുത്തുന്നു, സംരക്ഷിക്കുന്നു. അതേസമയം ബ്രഹ്മാവിലൂടെ സൃഷ്ടികർമ്മങ്ങളും ചെയ്യുന്നു. അപ്പോൾ 3 കർമ്മങ്ങളും സത്വരജസ് തമോ ഗുണങ്ങൾക്ക് ആ 3 ഗുണങ്ങളിൽ അധിഷ്ഠിതങ്ങളായിട്ടുള്ള 3 കർമ്മങ്ങളും ഒരേ സമയം ഭഗവാൻ ചെയ്യുമ്പോഴും 3ലും സ്പർശിക്കാതെ 3നും അതീതമായി നിന്നുകൊണ്ട് ഭഗവാൻ സർവരാലും പൂജാർഹനായി ഭവിക്കുന്നു. അങ്ങനെയുള്ള അല്ലയോ ഗുരുവായൂരപ്പ, അല്ലയോ ഭഗവാനെ, ശ്രീകൃഷ്ണ ഭഗവാനെ, ആനന്ദസ്വരൂപനെ, പൂർണ്ണാനന്ദസ്വരൂപനെ, പൂർണ്ണാത്മാവേ, അങ്ങേക്ക് ഈ ഉള്ളവൻ്റെ നമസ്കാരം. ഈ ഒരു ശ്ലോകത്തോടുകൂടി ബ്രഹ്മാവിൻ്റെ സ്തുതി അവിടെ കഴിയുകയാണ്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ശ്രീകൃഷ്ണ വൃഷ്ണികുല പുഷ്കര ജോഷദായിൻ ക്ഷ്മാ നിർജരദ്വിജ പശൂദധിവൃദ്ധികാരിൻ ഉദ്ധർമ്മശാർവരഹര ക്ഷിതിരാക്ഷസധൃഗാകൽപമാർക്കമർഹൻ ഭഗവൻ നമസ്തേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ബ്രഹ്മാവിൻ്റെ സ്തുതി കഴിയുന്നിടത്ത് സർവത്രയുണ്ട്. ഇനി ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: വൃഷ്ണികുല പുഷ്കര ജോഷദായൻ, അത് ചേർത്ത് തന്നെ വായിക്കുക. അതുപോലെയാണ് അടുത്ത വരിയും. 2ാമത്തെ പാദം ക്ഷ്മാ നിർജര ദ്വിജ പശൂദധിവൃദ്ധികാരിൻ, അതും ചേർത്ത് വായിക്കേണ്ടതാണ്. അവിടെ പശൂദധിവൃദ്ധികാരിൻ അവിടെ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി അടുത്തത് 3ാമത്തെ ശ്ലോകത്തിലേക്ക് വരുമ്പോൾ ഉദ്ധർമ്മ ശാർവരഹര, അത് അത്രയും ചേർത്ത് വായിച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊരു പോസ് കൊടുത്ത് ഒന്ന് നിർത്തിയിട്ട് നന്നായി ശ്വാസമെടുത്ത് ക്ഷിതിരാക്ഷസധൃഗാകൽപമാർക്കമർഹൻ, അത് അത്രയും കഴിയുന്നതും ചേർത്ത് വായിക്കുവാൻ ശ്രമിക്കുക. ഇനി അതിന് കഴിയുന്നില്ല എങ്കിൽ ക്ഷിതിരാക്ഷസധൃഗ് എന്ന് അവിടെ കൊണ്ട് നിർത്തിയിട്ട് ആ കൽപ്പമാർക്കമർഹൻ എന്ന് വായിക്കാവുന്നതാണ്. ആ ധൃഗ് എന്ന് പറഞ്ഞിട്ട് താഴെ വരുമ്പോൾ പിന്നെ ഗാ വേണ്ട, ആ കൽപ്പം എന്നെടുത്താൽ മതി. ഇനി ചേർത്താണ് വായിക്കുന്നതെങ്കിൽ ക്ഷിതിരാക്ഷസധൃഗാകൽപമാർക്കമർഹൻ, അവിടെ ഗായുടെ അകാരം നീട്ടിയെടുക്കേണ്ടതുണ്ട്. ആ കൽപ്പമാണ്, ആ കൽപ്പം ആർക്കമാണ്. അതുകൊണ്ട് തന്നെ ആ കൽപ്പമാർക്കം, മായുടെയും അകാരം നീട്ടിയെടുക്കുക. പിന്നെ അരുഹൻ, ആർക്കം അരുഹൻ, അവിടെ മായുടെ അകാരം ശ്രദ്ധിക്കുക. അവിടെയും മുൻപ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇർ എന്ന അക്ഷരത്തിന് റകാരം കൊടുക്കുന്നതിലും കൂടുതൽ ഉചിതമായിട്ടുള്ളത് രകാരം കൊടുക്കുന്നതാണ്. അരുഹൻ എന്ന് വായിക്കുന്നതാണ് കൂടുതൽ ശരിയായിട്ടുള്ളതെന്ന് ആചാര്യന്മാർ പറയാറുണ്ട്. അവിടെയും വായിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഇതിത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി അടുത്തത് 41ാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ബ്രഹ്മാവിൻ്റെ ഈ സ്തുതി ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ സത്സംഗം നിർത്താം. 41ാമത്തെ ശ്ലോകത്തോടു കൂടി അടുത്ത സത്സംഗത്തിൽ വീണ്ടും കാണാം. ഹരേ കൃഷ്ണ.